Hi, hello guys, welcome back to my YouTube channel. I'm back with yet another vlog. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സോറി ചോദിച്ചുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാരണം അന്നൊരു 10 days സ്റ്റഡി ചലഞ്ച് ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്കത് കംപ്ലീറ്റും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചേറെ റീസൺസ് ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. സോ ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല, ഒരു ഷോർട്സ് പോലും എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ കാര്യം, എൻ്റെ മിഡ് ടൈം എക്സാം വരുന്നുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തീർന്നത്. ഇനിയിപ്പം നാളെ എല്ലാ മാർക്കും കിട്ടും. അതതിലും വലിയ രസമാണ്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര എത്തും പിടിയില്ലായിരുന്നു സിലബസിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ചെയ്യണമായിരുന്നല്ലോ. മിഡ് ടൈമിന് മുമ്പ് ഒരുപാട് പഠിച്ചു തീർക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു ശനി ഞായറും ആ വീക്കെൻഡ്സൊക്കെ അത്യാവശ്യം കുറച്ചെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ മുഞ്ചും എന്നുള്ള കാര്യം എനിക്ക് 100% ഷുവറായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഞാൻ കുത്തിയിരുന്ന് പഠിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം, അതായത് ലാസ്റ്റ് ഞാൻ 9ാം ക്ലാസ്സിലെങ്ങാണ്ടാണ് ഇങ്ങനെ ഇരുന്ന് പഠിച്ചത് എക്സാമിന് വേണ്ടിയിട്ട്, പരീക്ഷയുടെ തലേന്ന്. കാരണം 9ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് പഠിക്കലുണ്ടായിരുന്നത്. എന്തായാലും കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ പഠിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂറൊക്കെ ആയിരുന്നു മിഡ് ടൈമിൻ്റെ ഒക്കെ സമയത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു നല്ല ഉറക്കക്ഷീണം ഇപ്പോഴും നല്ലപോലെ മാറിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യമേ ഒരു ഇതാക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റാഞ്ഞത്. ആൻഡ് ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഇനിയെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടരാൻ ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി തൊട്ട് ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അതായത് ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ഡേയ്സിലോ അല്ലെങ്കിൽ വീക്ക്ലി ഒരു 2 or 3 ഷോർട്സ്, അതായത് ഇപ്പോൾ എൻ്റെ മോർണിംഗ് റുട്ടീൻ, ഈവനിങ് റുട്ടീൻ, അങ്ങനെയൊക്കെ എനിക്ക് പണ്ട് തൊട്ടേ അങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ തന്നെ പ്രസൻറ്റേഷനിലില്ലാത്തൊരു കോൺഫിഡൻസ് കൊണ്ടാണ് ഞാൻ അത് ചെയ്യാഞ്ഞത്. പക്ഷേ ലെറ്റ്സ് ട്രൈ, ലൈക്ക് വൈ നോട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞതേ ഉള്ളൂ, സെക്കൻഡ് മിഡ് ടൈം. പലർക്കും കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ഞാൻ അറിഞ്ഞത് മിക്കവാറുള്ള സ്കൂളിലും കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയൊക്കെ ആയിട്ടാണ് സെക്കൻഡ് മിഡ് ടൈം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് എക്സാമാണ്. ഇനി ക്രിസ്മസ് എക്സാമിന് ഏകദേശം 40 ദിവസം കൂടിയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നല്ല പാടായിരിക്കും. കാരണം +2 എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ വേറെ ടൈമേ ഇല്ല. +1 നോക്കുകയാണെങ്കിൽ ജനുവരി, ഫെബ്രുവരി. പക്ഷെ നമുക്ക് അത്യാവശ്യം നമ്മുടെ എക്സാംസ് മാത്രം നോക്കുകയാണെങ്കിൽ ഫൈനൽ എക്സാമിൻ്റെ ടൈം ടേബിൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, അതായത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം. പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നവർക്ക് നല്ല പണി കിട്ടുന്ന ടൈപ്പിലൊരു ടൈം ടേബിളാണ്. കാരണം ഇമ്പ്രൂവ്മെൻറ്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഉടനെ തന്നെ ഫൈനൽ എക്സാം, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിനെയും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ലീവിൻ്റെ ടൈമിൽ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. ഇപ്പോൾ പഠിച്ചാലേ നടക്കുള്ളൂ. ഞാൻ ആക്ച്വലി ഇംഗ്ലീഷും കെമിസ്ട്രിയും ഫിസിക്സും ഇമ്പ്രൂവ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയാണ് ടൈം ടേബിളെങ്കിലും എനിക്ക് കെമിസ്ട്രിയും ഫിസിക്സും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് മാത്രം ഇമ്പ്രൂവ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് സാറ് ഞങ്ങളോട് പറഞ്ഞത് മാക്സിമം നിങ്ങൾക്ക് വേറെ വിഷയം ഇമ്പ്രൂവ് ചെയ്യാനില്ലെങ്കിൽ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് തന്നെയായിരിക്കും നല്ലത്. +2 ഇങ്ങനെ സ്കോർ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ലായിരിക്കും എന്ന് ഞാൻ ഇംഗ്ലീഷ് എഴുതാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ ഏതൊക്കെ വിഷയം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് പറയാം കേട്ടോ. ആൻഡ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാനും പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. ലൈക്ക് ഇറ്റ് വുഡ് ബി യൂസ്ഫുൾ. അപ്പോൾ ഇനി ഫൈനൽ എക്സാമിൻ്റെ ടൈം ടേബിളും വന്നു. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടിയേ തുടങ്ങാനുള്ളൂ, നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന കാര്യം. ഇനിയെങ്കിലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിൽ. കാരണം ഇനി നമുക്ക് പഠിക്കാൻ വേറൊരു ടൈമേ ഇല്ല. ഇപ്പോൾ പഠിച്ചോണം, അല്ലെങ്കിൽ ഇനിയിപ്പം പഠിക്കാൻ എന്ന് പറഞ്ഞൊരു ടൈമേ ഇല്ല. ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിൽ സിലബസ് ഒന്ന് പൊടിതപ്പി എടുക്കാനുള്ള ടൈമേ നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ പ്രാക്ടിക്കൽ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇനി ബോട്ടണി പ്രാക്ടിക്കലും കൂടി സ്റ്റാർട്ട് ചെയ്യാനുള്ളൂ. സുവോളജിയും കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയായിരുന്നു. അതായത് ഞങ്ങൾക്ക് ഈ ഒരു ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അതിന് മിസ് സുവോളജി ഒരു ചാപ്റ്റർ തീർക്കുകയും ചെയ്തു. ഇനി ലാബിലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ ഞങ്ങൾക്ക് ചീക്ക് സെൽ എക്സ്പെരിമെൻറ്റും പിന്നെ ബ്ലഡിൻ്റെ എക്സ്പെരിമെൻറ്റുമാണ് വന്നത്. ചീക്ക് സെൽ എക്സ്പെരിമെൻറ്റ് ഞങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റിയില്ല. അവിടെ 1-2 പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബാക്കി ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ബ്ലഡ് വെച്ചിട്ടുള്ള ആ ഒരു എക്സ്പെരിമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ടൊന്നും കണ്ടില്ല, കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കണ്ടു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തായാലും ഈ ക്ലിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് വീഡിയോ കോൾ വെച്ച് പഠിക്കുന്നതായിരുന്നു. കാരണം എല്ലാവരും ടൂർ പോയ ടൈമിൽ ഞങ്ങൾ വിചാരിച്ചു ഇത് ഭയങ്കര പ്രൊഡക്റ്റീവ് ആക്കാം, മിഡ് ടൈമിന് വേണ്ടി കുറേ പഠിക്കാം എന്നൊക്കെ. അപ്പോൾ ഞങ്ങളങ്ങനെ വലിയ കാര്യത്തിൽ പഠിക്കാതിരുന്നതാണ്. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റ് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചാർജൊക്കെ ഫോണിൽ പോകുമെന്ന് വിചാരിച്ചിട്ട് അത് നിർത്തി വെച്ചിട്ട് പോയി. അല്ലെങ്കിൽ നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ അങ്ങനെയാണ്, എവിടെ നിന്നാണ് എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം വരികയെന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ രീതിയിൽ അങ്ങനെ നമ്മുടെ ഫ്ലോയും പോകും, പിന്നെ നമ്മളത് വെച്ചിട്ട് എണീറ്റും പോകും. ഇതാണ് എപ്പോഴും നടക്കലൊരു കാര്യം.
ഇനിയിപ്പോൾ ഇങ്ങനെ സീരിയസ് ഒന്നും അല്ലാതെ പഠിക്കാതിരുന്നിട്ട് കാര്യമില്ല. അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. ഒരു സ്റ്റഡി പ്ലാനും റെഡിയാക്കണം. ഇങ്ങനെ നമ്മൾ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു, ഇനി എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട്, ഇനിയിപ്പോൾ റിവിഷൻ ചെയ്യാനുള്ള ഒരു ടൈമും കൂടെ ഇതിനിടെ കണ്ടെത്തണം. അല്ലെങ്കിൽ എക്സാം നല്ല പാടായിരിക്കും. ഉറപ്പായിട്ടും ഫൈനൽ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ലീവ് നമുക്ക് തന്നിട്ടുണ്ട്, പാടാവാനൊരു ചാൻസ് ഇല്ലാതെ ഇല്ല. ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു വിഷയം നല്ല ടഫാവാൻ തന്നെ ചാൻസ് ഉണ്ട്. ഗവൺമെൻറ് എക്സാംസൊക്കെ പാടാക്കും, ക്വസ്റ്റ്യൻ ലെവൽ സ്റ്റാൻഡേർഡ് ആക്കും എന്ന് പറഞ്ഞ രീതിയിൽ നമ്മുടെ എക്സാമിലും ഏതെങ്കിലുമൊക്കെ ഒന്ന് പാടായിരിക്കും. നമ്മളത് എക്സ്പെക്റ്റ് ചെയ്ത് വേണം പോകാൻ. അല്ലാതെ ഭയങ്കര ഈസി ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങാനും പാടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ള കോൺഫിഡൻസും കൂടെ പോകും. അറിയാവുന്ന ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ തെറ്റിച്ച് വെക്കും. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ സ്റ്റഡി പ്ലാൻ റെഡിയാക്കുമ്പം നോക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീക്ക് സബ്ജക്റ്റ് നോക്കുക. അതേപോലെ നമ്മുടെ +1 മാർക്ക്, അതായത് നമ്മൾ ഏത് സബ്ജക്റ്റാണ് നമ്മൾ കുറച്ച് പുറകോട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് ഏതിനാണോ പുറകോട്ട് നിൽക്കുന്നത് ആ വിഷയത്തിനും കൂടെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം പഠിക്കാൻ വേണ്ടി. കാരണം ഇപ്പോൾ ഇനി ഇമ്പ്രൂവ്മെൻറ്റിൽ എത്രത്തോളം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യരുത്. കാരണം നമ്മളിപ്പം ഒരു വർഷം കൊണ്ട് പഠിച്ചെടുത്ത സിലബസ് ഇനി കുറച്ച് നാൾ കൊണ്ടാണ് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നതും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമുക്കിപ്പം എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഒന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എക്സാമിൻ്റെ ഹാർഡ്നെസ് ആ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും +2 തന്നെ ആയിരിക്കണം നമ്മുടെ മെയിൻ ഗോള്. +2ൽ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിക്കുക. സൈഡിലൂടെ നമുക്ക് +1 മാർക്ക് എങ്ങനെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം ക്രിസ്മസ് വെക്കേഷനൊക്കെ തന്നെ കൂടുതൽ ഈ ഒരു പോർഷൻ കവർ ചെയ്ത് പോകാൻ ട്രൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ +1 മാർക്കും കൂടെ വെച്ച് ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കെമിസ്ട്രിക്കും ഫിസിക്സിനും വേണം കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ എനിക്ക് മാർക്സ് +2ൽ ടാലി ആയി പോകാൻ ഭയങ്കര പാടായിരിക്കും. കാരണം എനിക്ക് കെമിസ്ട്രിക്കും ഫിസിക്സിനും കറക്റ്റ് A+ മാർക്കായിരുന്നു 72. അപ്പോൾ ഞാൻ കെമിസ്ട്രിയും ഫിസിക്സും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ എൻ്റെ A+ ഉറപ്പായിട്ടും ആ 2 വിഷയങ്ങളിൽ പോകും. അത് 101% ഡാമേജ് ഷുവറാണ്. അപ്പോൾ +1 മാർക്കും കൂടെ നോക്കിയിട്ട് വേണം ഇപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ എങ്ങനെ ഓർത്ത് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ദിവസം നമ്മൾ ഫൈനൽ എക്സാം എഴുതാൻ പോവുകയാണെന്ന്. കാരണം അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഒരു പോയിന്റിൽ നോക്കിയാൽ സത്യം. കാരണം നമുക്ക് വേറെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം ഇല്ല. നമ്മളിപ്പം ഒരു 85% സിലബസ് എങ്കിലും അത്യാവശ്യം നന്നായിട്ട് പഠിക്കണം. നമ്മൾ പഠിക്കുന്ന കാര്യം വൃത്തിക്ക് പഠിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു 40 ദിവസം കൂടി ഉള്ളൂ. ഒരു 20 ദിവസം എന്ന് വെച്ചാൽ ഒരു 30 ദിവസം നമ്മൾ പഠിക്കുക, ബാക്കി 10 ദിവസം റിവിഷന് വേണ്ടി വെക്കുക എന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നടക്കുള്ളൂ. ഇപ്പോൾ എല്ലാ ദിവസവും ഈക്വലി പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു ബെയർ മിനിമം എങ്കിലും ചെയ്ത് പോവുക. എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ നോക്കുക. ഇനിയൊരു അത്യാവശ്യം എമൗണ്ട് ഓഫ് ഹവേഴ്സ് തന്നെ നമ്മൾ പഠിക്കേണ്ടി വരും. പ്രീവിയസ് ഇയറും NCERT ഒക്കെ ചെയ്യാൻ നോക്കുക മാക്സിമം. അപ്പോൾ ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനിയെങ്കിലും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ചലഞ്ച് വീഡിയോസൊക്കെ അറിയാം. അതായത് ഇപ്പോൾ യൂഷ്വലി അറിയാവുന്നതല്ല, കുറച്ച് വെറൈറ്റി എന്ന് വെച്ചാൽ ഭയങ്കര വെറൈറ്റി പിടിക്കരുത്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. കാരണം എപ്പോഴും ഇതന്നെയൊക്കെ